بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. മയ്യിത്ത് സംസ്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണിത്. മരണം അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ സർവനാശമല്ല, അനശ്വരമായൊരു ജീവിതത്തിന്റെ തുടക്കമാണ് മരണം എന്നാണ് വസ്തുത. ലോകത്ത് ചെയ്ത ധർമ്മകർമ്മങ്ങളുടെ പ്രതിഫലം അനുഭവിക്കുന്നതിന് വേണ്ടി സുഖദുഃഖങ്ങളുടെ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള യാത്ര, ദുഃഖത്തിന്റെയും വേദനയുടെയും പിരിമുറുക്കത്തിന്റെയും സംഗമം. എന്നാൽ ഈ മരണം അതൊരു വലിയ സംഭവമാണ്. അനന്തരമായ ക്രിയകൾ ജീവിതത്തിൽ നമ്മുടെ ബാധ്യതകളിൽപ്പെട്ട അഥവാ ഫർള് കിഫകളിൽപ്പെട്ട മരണാനന്തര ക്രിയകൾ അറിഞ്ഞിരിക്കുകയും അർഹമായവർക്ക് നമ്മിൽ നിന്നും ആ പരിചരണങ്ങൾ ലഭിച്ചിരിക്കുകയും വേണം. അജ്ഞത കൊണ്ടും അതോടുള്ള വിരക്തി കൊണ്ടും അനന്തര കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവം സർവത്രയായി നമുക്കിടയിലുണ്ട് എന്നത് ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ മരണാസന്നനായി കിടക്കുന്ന പിതാവിനോട് സന്താനങ്ങൾ ചെയ്തിരിക്കേണ്ടുന്ന ബാധ്യതകളും സന്താനങ്ങളോട് മാതാപിതാക്കൾ അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന ബാധ്യതകളും സഹോദര സഹോദരിമാർ, ഭാര്യഭർത്താക്കൾ, അങ്ങനെ കുടുംബത്തിൽ പരസ്പരം ലഭിച്ചിരിക്കേണ്ടുന്ന പരിചരണങ്ങൾ, മരണത്തിന്റെ ശേഷമുള്ള സംസ്കരണ മര്യാദകൾ അറിയാത്തതിന്റെ പേരിൽ പലർക്കും ഇത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച ഒരു ചെറിയ വിവരണമാണ് ക്ലാസ് കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ മരണാസന്നനായി കഴിയുമ്പോൾ അദ്ദേഹത്തോട് നാം ഏത് നിലക്ക് സമീപിക്കണം, എന്താണ് അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏത് വിധത്തിലാണ് അദ്ദേഹത്തെ പരിചരിക്കേണ്ടത്, ഇസ്ലാമികമായ മുറകൾ എന്തൊക്കെയാണ്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചർച്ച. അത് മനസ്സിലാക്കുന്നതോടുകൂടി തന്റെ ജീവിതത്തിൽ മാതാപിതാക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ താൻ പരിചരിക്കേണ്ടുന്ന ഒരു കക്ഷി രോഗിയാകുമ്പോൾ, മരണാസന്നനാകുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ ആ പരിചരണങ്ങൾ ഞാൻ ചെയ്തു തീർക്കും എന്നൊരു പ്രതിജ്ഞ നാം ആദ്യമായി എടുക്കുകയും ആവശ്യമാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് മരണാസന്നനായ രോഗി അദ്ദേഹത്തോട് കാണിക്കേണ്ടുന്ന മര്യാദകൾ, പരിചരണങ്ങൾ, ഇതേ സംബന്ധിച്ച് അല്പം വിവരിക്കാം. മരണാസന്നനായൊരു രോഗിയെ സംബന്ധിച്ച് പറയുമ്പോൾ മരണവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിലും ആ രോഗി കിടക്കുന്ന റൂമിന്റെ കാര്യം ആദ്യമായി ഒന്ന് ശ്രദ്ധിക്കുന്നത് ആവശ്യമായിരിക്കും. ഒരു മുസൽമാന്റെ ഭവനം, അവൻ താമസിക്കുന്ന വീട്ടിൽ ബഹുമാന സൂചകമായി ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോകൾ വെക്കുന്നത്, അതുപോലെ ഇസ്ലാമിൽ മുഗല്ലദായ നജസായി പ്രഖ്യാപിക്കപ്പെട്ട നായ, ഇത് രണ്ടിന്റെയും സാന്നിധ്യം റഹ്മത്തിന്റെ മലക്കുകളുടെ അസാന്നിധ്യത്തിന് കാരണമായി തീരും. അതുകൊണ്ട് താൻ ഉറങ്ങുന്ന, താൻ താമസിക്കുന്ന വീട്ടിൽ ബഹുമാന സൂചകമായി ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോകൾ ഉണ്ടായിരിക്കരുത്. പ്രത്യേകിച്ചും മരണാസന്ന രോഗി, ആ രോഗി കിടക്കുന്ന റൂമിൽ അതില്ലാതിരിക്കാനും ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാനും എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മരണസന്ദർഭത്തിൽ അദാബിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യവും ഉണ്ടാവാം. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമാകുമ്പോൾ ആ രോഗിക്ക് മരണസമയം വളരെ എളുപ്പമാവുകയും പ്രയാസരഹിതമായി തീരുകയും ചെയ്യും.
ഇതാണ് നമുക്ക് ആവശ്യം. തന്റെ മാതാവ്, പിതാവ്, ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയ ആരുമാവട്ടെ, അവരുടെ മരണം എത്ര കണ്ട് സന്തോഷകരമാക്കാൻ കഴിയുമോ അതിനായിരിക്കണം നമ്മുടെ ശ്രമവും നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും. അതുകൊണ്ട് ആ മരണാസന്ന രോഗി കിടക്കുന്ന റൂമിൽ മേൽപ്പറഞ്ഞ ഫോട്ടോകൾ തൂക്കിവെച്ചതോ ഇങ്ങനെ പ്രതിഷ്ഠിച്ചതോ ഇനി ഷോക്കേസിൽ അത്തരത്തിലുള്ള പ്രതിമകളോ മറ്റ് കളിപ്പാവകളോ ആയി ജീവനുള്ള വസ്തുവിൻ്റെതായ ചിത്രങ്ങളും പാവകളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരണരംഗത്ത് 75% രോഗം വന്നു, രോഗം മൂർച്ഛിച്ചു, അങ്ങനെ മരിക്കുകയാണല്ലോ സാധാരണ. മരണാസന്നനായി എന്ന് കണ്ടാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രോഗിയുടെ കിടപ്പ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. പ്രായോഗികമായ രൂപം, മുഖവും ഉള്ളങ്കാലും ഖിബിലയിലേക്ക് വരുന്ന വിധത്തിൽ അദ്ദേഹത്തിനെ കിടത്തി. ആ കിടപ്പിൽ മരണമാസന്നമായി എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തോടുകൂടി മരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഇതിനു വേണ്ടി രോഗിയുടെ അടുക്കൽ നിൽക്കുന്ന ആൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉരുവിടണം. രോഗി കേൾക്കാൻ വേണ്ടിയാണിത്. 1 or 2 പ്രാവശ്യം പറഞ്ഞു. രോഗി അത് കേട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കരുത്. നീ ചൊല്ലുക